മധ്യകേരളത്തിൽ ഉത്സവ സീസൺ ആരംഭിച്ചതോടെ ആനകൾക്ക് ദുരിതകാലം തുടങ്ങി. മദപ്പാടുള്ളതും പരിക്കേറ്റതുമായ ആനകളെ എഴുന്നള്ളിക്കരുതെന്ന ചട്ടങ്ങൾ കാറ്റിൽ പറത്തി ഇത്തരം ആനകളെ ഉത്സവപ്പറമ്പിൽ എഴുന്നള്ളിക്കുന്നതിന് ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. പോലീസ്, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ആന കരാറുകാരും തമ്മിലുള്ള ഒത്തുകളിയാണ് ഇത് ആവർത്തിക്കാൻ കാരണം. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. ഉത്സവ സീസൺ എന്നാൽ ആനകൾക്ക് ദുരിതകാലമാണ്. പൂരപ്പറമ്പുകളിൽ നിന്നും പൂരപ്പറമ്പുകളിലേക്ക് വിശ്രമത്തിന്റെ ഇടവേളകൾ പോലുമില്ലാത്ത യാത്രകൾ, കത്തുന്ന ചൂടിലും എഴുന്നള്ളിപ്പുകൾ, തളർന്നു വീഴുമ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെയുള്ള ക്രൂരപീഡനങ്ങൾ, തോട്ടിക്കോൽ കൊണ്ടുകുത്തി തലയെടുപ്പിന് വേണ്ടിയുള്ള മത്സരങ്ങൾ. ആനദുരിതത്തിന്റെ നോവുന്ന കാഴ്ചകൾ ഇങ്ങനെയൊക്കെയാണ്. തൃശൂർ ജില്ലയിൽ രണ്ടിടത്തും എറണാകുളം ജില്ലയിലെ പറവൂരും 2 ദിവസത്തിന്റെ ഇടവേളകളിലാണ് ആനകൾ വിരണ്ടോടിയത്. അതിനു കാരണം മദപ്പാടുള്ള ആനകളെ എഴുന്നള്ളിച്ചതാണെന്നാണ് ആരോപണം. അതായത് പോലീസ് സൂപ്രണ്ടുമാരെ തൊട്ട് DFOമാർ വരെയുള്ള ഉദ്യോഗസ്ഥർ ഉത്സവ സംഘാടകരുടെ നിന്നും ആന കോൺട്രാക്ടർമാരുടെ നിന്നും ലക്ഷക്കണക്കിന് രൂപ കോഴ വാങ്ങി അവർ ഈ മദപ്പാടുള്ള ആനകളെ പരിക്കേൽപ്പിച്ച് തീറ്റയും വെള്ളവും കൊടുക്കാതെ എന്നുമെന്നും എഴുന്നള്ളിക്കാനായിട്ട് കൂട്ട് നിൽക്കുകയാണ്. ആനപ്രേമികളുടെ പരാതികൾ അനവധിയുണ്ടായിട്ടും ഉദ്യോഗസ്ഥരും ആനയുടമകളും തമ്മിലുള്ള ഒത്തുകളി തുടരുന്നതിനാൽ നടപടി കടലാസിലൊതുങ്ങുന്നു. കാടിന്റെ വന്യതയിൽ സ്വതന്ത്രമായി ജീവിക്കേണ്ട മൃഗത്തിനാണ് മനുഷ്യക്രൂരതയുടെ പീഡനപർവങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. നാട്ടാന പരിപാലനത്തെക്കുറിച്ചല്ല, നാട്ടാന എന്ന വ്യാജസങ്കല്പത്തെക്കുറിച്ചാണ് ഇവിടെ ചർച്ചകൾ നടക്കേണ്ടത്. സുർജിത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ, തൃശൂർ.